ഹായ് എവരിവൺ, വെൽക്കം ടു എജൂസ് അക്കാദമി. അപ്പൊ ഞാൻ ഇന്നോട് വന്നിട്ടുള്ളത് PSC പുതുതായിട്ട് വന്നിട്ടുള്ള കുറച്ച് ഒഴിവുകൾ നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്താനാണ്. നമുക്കിപ്പോൾ റീസെന്റ് ആയിട്ട് വന്നിട്ടുള്ളത് ബ്ലഡ് ബാങ്ക് ടെക്നീഷ്യൻ അതുപോലെ തന്നെ ലാബ് ടെക്നീഷ്യനിലോട്ടുള്ള കുറച്ച് ഒഴിവുകളാണ്. അപ്പൊ നമുക്ക് അതിന്റെ ഡീറ്റെയിൽസിലോട്ട് പോവാം. ഫസ്റ്റ് നമ്മൾ ബ്ലഡ് ബാങ്ക് ടെക്നീഷ്യൻ ആണ് നോക്കാൻ പോകുന്നത്. ഇത് കാറ്റഗറി നമ്പർ 272/2025 ആണ്. അപ്പൊ 30/8/2025 വന്നിട്ടുള്ളത്. ലാസ്റ്റ് ഡേറ്റ് വന്നിട്ടുള്ളത് ഒക്ടോബർ 10 ആണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം. ഇത് ഡിപ്പാർട്ട്മെന്റ് വന്നിട്ട് ഹെൽത്ത് സർവീസിലോട്ടാണ്. അപ്പോൾ പോസ്റ്റ് നെയിം ഓഫ് പോസ്റ്റ് ബ്ലഡ് ബാങ്ക് ടെക്നീഷ്യൻ ആണ്. സാലറി സ്കെയിൽ നോക്കുകയാണെങ്കിൽ വളരെ നല്ലൊരു സാലറി സ്കെയിൽ ആണ്. 35,600 to 75,400 ആണ് സാലറി സ്കെയിൽ വരുന്നത്. 3 വേക്കൻസീസ് ആണ് ഉള്ളത്. ഇത് ജനറൽ കാറ്റഗറിക്കാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, 3 വേക്കൻസി. അതുപോലെ തന്നെ ഒബിസിക്കും കൂടെ ബ്ലഡ് ബാങ്ക് ടെക്നീഷ്യൻ പോസ്റ്റും കൂടി ഉണ്ട്. അതുകൊണ്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഈ കാറ്റഗറി, ഈ സെക്ഷൻ ജനറൽ കാറ്റഗറിക്ക് ഒരു 3 വേക്കൻസി ഉള്ളതാണ്. ഏജ് ലിമിറ്റ് വരുന്നത് 20-നും 36-നും ഇടയ്ക്കാണ്. ഓക്കെ, 20-നും 36-നാണ്. 1989-നും 2005-നും ഇടയിൽ ജനിച്ചവരായിരിക്കണം. ഓക്കെ, അതുപോലെ തന്നെ ക്വാളിഫിക്കേഷനോടെ പറയുകയാണെങ്കിൽ ഇതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. പ്ലസ് ടു അതുപോലെ തന്നെ 2 years ഡിപ്ലോമ കോഴ്സ് ഇൻ ബ്ലഡ് ബാങ്ക് ടെക്നോളജി. ഓക്കെ, അപ്പോ കുറച്ചു നാൾ മുന്നത്തെ നോട്ടിഫിക്കേഷനിൽ ബ്ലഡ് ബാങ്ക് ടെക്നീഷ്യന് മാത്രമായിട്ടായിരുന്നു എക്സാം വിളിച്ചിരുന്നത്. പക്ഷെ ഈ കഴിഞ്ഞ നമുക്ക് 2024 വിളിച്ച എക്സാമിൽ MLT-കാർക്ക് കൂടെ അപ്ലൈ ചെയ്യാം എന്ന് കറക്റ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കണം. ഇവിടെ പ്ലസ് ടു സയൻസ് സബ്ജക്ട്, അതുപോലെ വിത്തൗട്ട് ലെസ് ദാൻ 50% ഓഫ് മാർക്ക്. അതുപോലെ തന്നെ ഇവിടെ കറക്റ്റ് ആയിട്ട് എടുത്ത് പറയുന്നുണ്ട് ബ്ലഡ് ബാങ്ക് ടെക്നീഷ്യൻ ഡിപ്ലോമക്കാർക്ക് മാത്രമാണ് പറ്റുന്നത്. ഓക്കെ, 2 years ഡിപ്ലോമ കോഴ്സ് ഇൻ ബ്ലഡ് ബാങ്ക് ടെക്നോളജി. ഓക്കെ, അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പൊ കൺഫ്യൂഷൻ ഉണ്ടാവേണ്ട കാര്യമില്ല. ചിലപ്പോൾ കഴിഞ്ഞ വർഷത്തെ നോട്ടിഫിക്കേഷൻ കൂടെ കണ്ടാൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. ഇത് 2024 വന്ന നോട്ടിഫിക്കേഷൻ ആണ്. സെയിം ബ്ലഡ് ബാങ്ക് ടെക്നീഷ്യൻ ഗ്രേഡ് 2 ആണ്. മെഡിക്കൽ എഡ്യൂക്കേഷൻ സർവീസിലോട്ട് സെയിം നമ്മൾ നേരത്തെ പറഞ്ഞ സാലറി സ്കെയിൽ ഒക്കെ തന്നെയാണ്. ആന്റിസിപ്പേറ്റഡ് വേക്കൻസി ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ക്വാളിഫിക്കേഷൻ പറഞ്ഞത് നമ്മൾ നേരത്തെ പറഞ്ഞ പ്രീ ഡിഗ്രി ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ സക്സസ്ഫുൾ കംപ്ലീഷൻ ഓഫ് മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ. ഓക്കെ, MLT കോഴ്സ് ഇവിടെ കറക്റ്റ് ആയിട്ട് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. MLT അതിനുശേഷം ഓറാണ് പറഞ്ഞിട്ടുള്ളത് സക്സസ്ഫുൾ കംപ്ലീഷൻ ഓഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ അസിസ്റ്റന്റ് ക്ലാസ് 3 ആൻഡ് ക്ലാസ് 2 കോഴ്സ് ഓഫ് ആർമി മെഡിക്കൽ കോർപ്സ്. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ നോട്ടിഫിക്കേഷനിൽ കണ്ടത് കറക്റ്റ് 2 years ഡിപ്ലോമ ഇൻ ബ്ലഡ് ബാങ്ക് ടെക്നോളജി എന്ന് കറക്റ്റ് ആയിട്ട് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു 2024 വന്ന നോട്ടിഫിക്കേഷൻ ആണ്. ഇതിലും കറക്റ്റ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. MLT മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ കോഴ്സുകാർക്കും പറ്റും എന്നാണ് കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇനിയൊരു കൺഫ്യൂഷന്റെ ആവശ്യമില്ല. ഇപ്രാവശ്യം വന്നിട്ടുള്ള ബ്ലഡ് ബാങ്ക് ടെക്നീഷ്യൻ നോട്ടിഫിക്കേഷനിൽ ബ്ലഡ് ബാങ്ക് ആ ഒരു ഡിപ്ലോമ കോഴ്സ് കഴിഞ്ഞവർക്ക് മാത്രമാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. കണ്ടോ, ഇവിടെ ക്വാളിഫിക്കേഷൻ +2 അതുപോലെ തന്നെ ബ്ലഡ് ബാങ്ക് ടെക്നോളജി ഡിപ്ലോമ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. MLT എന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ ചിലർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. കാരണം നമുക്കിപ്പോ റീസെന്റ് കഴിഞ്ഞതാണ് അല്ലെ, 2024 എക്സാം കഴിഞ്ഞത്. അത് MLT-കാർക്ക് പറ്റിയിരുന്നു. അപ്പൊ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇനി ഒരു കൺഫ്യൂഷന്റെ ആവശ്യമില്ല. ബ്ലഡ് ബാങ്ക് ടെക്നോളജിക്കാർക്ക് മാത്രമാണ് ഇത് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, MLT-കാർക്ക് നിലവിൽ സാധിക്കുന്നതല്ല. ഇനി അതുപോലെ തന്നെ ബ്ലഡ് ബാങ്ക് ടെക്നീഷ്യന്റെ OBC, നമ്മൾ നേരത്തെ ജനറൽ കാറ്റഗറി ആയിരുന്നു പറഞ്ഞത്. ഇവിടെ OBC കാറ്റഗറിയാണ്. അതിൽ ഒരു വേക്കൻസി ആണ് ഉള്ളത്. ഓക്കെ, ഒരു വേക്കൻസി ആണ് ഉള്ളത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഇതും ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ഒക്ടോബർ 3 ആണ് ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. ഒക്ടോബർ 3 ആണ് ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. ഓക്കെ, ഇതിലും നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം ക്വാളിഫിക്കേഷൻ ആണ്. +2 കോഴ്സ് വിത്ത് സയൻസ് സബ്ജക്ട്, അതുപോലെ തന്നെ ഡിപ്ലോമ കോഴ്സ് ഇൻ ബ്ലഡ് ബാങ്ക് ടെക്നോളജി. ഓക്കെ, അതാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ ഇതിലും MLT പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇത് ബ്ലഡ് ബാങ്ക് ടെക്നീഷ്യൻ കോഴ്സ് കഴിഞ്ഞവർക്ക് മാത്രമാണ് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എജൂസ് അക്കാദമിയുടെ കീഴിൽ നമ്മൾ കഴിഞ്ഞ ഇയർ ഈ ബ്ലഡ് ബാങ്ക് ടെക്നീഷ്യന്റെ ക്ലാസ്സസ് നടന്നിരുന്നു. അപ്പൊ ബ്ലഡ് ബാങ്ക് ടെക്നീഷ്യന്റെ സിലബസ് പ്രകാരമാണ് ക്ലാസ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ നോട്ടിഫിക്കേഷൻ കൺഫർമേഷന്റെ സമയത്ത് സിലബസിൽ ചെറിയൊരു വ്യത്യാസം വന്നു. അതിൽ അവർക്ക് MLT സബ്ജക്ട്, കാരണം നേരത്തെ നോട്ടിഫിക്കേഷനിൽ MLT-കാർക്ക് കൂടെ അപ്ലൈ ചെയ്യാൻ പറ്റിയിരുന്നു അല്ലെ. അപ്പൊ MLT സിലബസ് കൂടെ ഇൻക്ലൂഡ് ചെയ്തു. അത് ആ കൺഫർമേഷന്റെ സമയത്താണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഓക്കെ, അപ്പൊ ഇപ്പൊ നിലവിൽ നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ബ്ലഡ് ബാങ്ക് BBT-ന്റെ സിലബസ് പ്രകാരമാണ്. ഇനി എന്തെങ്കിലും കൺഫർമേഷൻ സമയത്ത് സിലബസിൽ എന്തെങ്കിലും വ്യത്യാസം വരുവാണെങ്കിൽ നമ്മൾ MLT ക്ലാസ് കൂടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ആരും പേടിക്കേണ്ട കാര്യമില്ല. സിലബസിൽ എന്ത് മാറ്റം വന്നോ അതിനനുസരിച്ച് തന്നെ നമ്മൾ എജൂസ് അക്കാദമി നിങ്ങൾക്ക് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നിലവിൽ
ബ്ലഡ് ബാങ്ക് ടെക്നോളജിക്കാർക്ക് മാത്രമാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് കൊണ്ട് ബ്ലഡ് ബാങ്ക് BBTന്റെ ബേസിലാണ്, സിലബസ് പ്രകാരമാണ് ഇപ്പൊ ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇനി കൺഫർമേഷൻ സമയത്ത് അത് ചിലപ്പോൾ നമുക്ക് ഒരു 2 മാസം മുന്നേ അറിയാൻ സാധിക്കുകയുള്ളൂ. ആ സമയത്ത് എന്തെങ്കിലും സിലബസിൽ വ്യത്യാസം വരികയാണെങ്കിൽ നിങ്ങൾ ടെൻഷൻ ആവേണ്ട കാര്യമില്ല. ആ സിലബസ് പ്രകാരം നമുക്ക് MLTന്റെ സിലബസിലാണ് എന്തെങ്കിലും മാറ്റം അല്ലെങ്കിൽ ആഡ് അവർ ചെയ്യുകയാണെങ്കിൽ ആ പ്രകാരം നമ്മൾ ക്ലാസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് BBTന്റെ വന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻ. ഇനി നെക്സ്റ്റ് പറയാനുള്ളത് സെയിം തന്നെയാണ്, നമുക്ക് ഓഗസ്റ്റ് 8 വന്നതാണ്. ഒക്ടോബർ 3 തന്നെയാണ് ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ്. ലാബ് ടെക്നീഷ്യൻ ആണ്, ഹെൽത്ത് സർവീസിലോട്ടാണ്. ഇത് സാലറി സ്കെയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം സാലറി സ്കെയിൽ ആണ്. 35,600 to 75,400 ആണ്. ഇത് ഡിസ്ട്രിക്ട് വൈസ് ആണ് ലാബ് ടെക്നീഷ്യന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. ഷെഡ്യൂൾഡ് കാസ്റ്റ് കൺവേർട്ടഡ് ടു ക്രിസ്ത്യാനിറ്റി SCCC അവർക്കാണ് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. ഈ കമ്മ്യൂണിറ്റിക്കാർക്കാണ് ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. കോഴിക്കോടാണ് വാക്കൻസി ഉള്ളത്, ഒരു വാക്കൻസി ആണ് ഉള്ളത്. ഓക്കെ, അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കാം. എങ്ങാനും ഇത് വിട്ടു പോയിട്ടുണ്ടെങ്കിൽ ആരും മറക്കരുത്. നോട്ടിഫിക്കേഷൻ വന്നു, 3-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ്. ആരും മറക്കരുത്. ഇത് അപ്ലൈ ചെയ്യാൻ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ അപ്ലൈ ചെയ്യുക. ഓക്കെ, കോഴിക്കോടാണ് വാക്കൻസി ഉള്ളത്, ഒരു വാക്കൻസി ആണ് ഉള്ളത്. ഓക്കെ, ഇത് 18-നും 39 വയസ്സിന് ഇടയിലുള്ളവർക്കാണ് ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കുക. നമുക്കറിയാം സെയിം തന്നെ. ഇതുപോലെ തന്നെ ക്വാളിഫിക്കേഷൻ പറയുകയാണെങ്കിലും നമ്മൾ ലാബ് ടെക്നീഷ്യൻ, മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ ആ ഒരു MLT കോഴ്സ് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കാവുന്നതാണ്. നമ്മൾ മുന്നേ MLT എക്സാം ഒക്കെ എഴുതിയിരുന്നവരാണ് അല്ലെ, സെയിം അതുപോലെ തന്നെ ആ ഒരു ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് തന്നെ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി അതുപോലെ തന്നെ നെക്സ്റ്റ് ഒരു നോട്ടിഫിക്കേഷൻ കൂടിയാണ്. ഇത് കാറ്റഗറി നമ്പർ വരുന്നത് 338/2025 ആണ്. ഓക്കെ, ഇതും ഈ പറഞ്ഞ പോലെ തന്നെ ഒരു സ്പെഷ്യൽ കമ്മ്യൂണിറ്റിക്കാണ്, മുസ്ലിം കമ്മ്യൂണിറ്റിക്കാണ്. ഹെൽത്ത് സർവീസിലോട്ട് തന്നെയാണ്. ലബോറട്ടറി ടെക്നീഷ്യൻ സെയിം പോസ്റ്റ് ആണ്, സെയിം ഡിപ്പാർട്ട്മെന്റ് ആണ്, സെയിം സാലറി സ്കെയിലാണ്. ഇവിടെ ഡിസ്ട്രിക്ട് വരുന്നത് തൃശ്ശൂരാണ്. ഓക്കെ, നേരത്തെ നമ്മൾ കോഴിക്കോടായിരുന്നു അല്ലെ കണ്ടേ, ഇവിടെ തൃശ്ശൂരാണ്, ഒരു വേക്കൻസി തന്നെയാണ് ഉള്ളത്. അപ്പോൾ ആരെങ്കിലും ഇനി അപ്ലൈ ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ പുതിയ നോട്ടിഫിക്കേഷനിലുള്ള ബാച്ചുകാർക്ക് ഉടനെ ഒരു പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഇനി ആരെങ്കിലും ജോയിൻ ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ ഉടനെ തന്നെ ജോയിൻ ചെയ്ത് പഠിച്ചു തുടങ്ങാം. കാരണം നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നു, ഇനി ഉടനെ തന്നെ നമുക്കൊരു കൺഫർമേഷനും ഉടനെ തന്നെ നമുക്ക് എക്സാമും പ്രതീക്ഷിക്കാം. അപ്പൊ ഇനി ആരും വൈകിക്കേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പോൾ ഇതിലും ഈ പറഞ്ഞ പോലെ സെയിം ക്വാളിഫിക്കേഷൻ ആണ് MLT കഴിഞ്ഞവർക്കൊക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ കാണുന്ന നമ്പറിലോട്ടാണ് നിങ്ങൾ കോൺടാക്ട് ചെയ്യേണ്ടത്. കാരണം ഈ നോട്ടിഫിക്കേഷൻ വന്നു, ഇനി ഒന്നിനു വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഉടനെ തന്നെ ഈ പുതിയ ബാച്ചിനുള്ള നമ്മൾ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ നമുക്ക് എല്ലാ സിലബസ് എല്ലാം കവർ ചെയ്യുന്ന രീതിക്കായിരിക്കും നമുക്ക് ക്ലാസ്സസ് ഉണ്ടായിരിക്കുക. നമുക്ക് സിലബസ് എല്ലാ ഒരു ടോപ്പിക് പോലും വിടാത്ത രീതിയിൽ നമുക്ക് ക്ലാസ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് എക്സാം നമ്മൾ ഒരുപാട് പ്രീവിയസ് ഇയർ ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പൊ ആ ഒരു ഏരിയ മാത്രം നമ്മൾ നോക്കി റാങ്ക് ബൂസ്റ്റർ എല്ലാം കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ ടെക്സ്റ്റ് ബുക്കുകളും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ഒരാഴ്ച അപ്ലോഡ് ചെയ്ത ക്ലാസ്സിനെ ബേസ് ചെയ്ത് നമുക്ക് വീക്ക്ലി ടെസ്റ്റ്, അതോടൊപ്പം തന്നെ മന്ത്ലി ടെസ്റ്റ് ഒക്കെ ഉണ്ടായിരിക്കും. പിന്നെ നിങ്ങൾക്ക് ഏതിനും നമുക്ക് എല്ലാത്തിനും ഒരു മെന്റർ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് എല്ലാ സപ്പോർട്ടിനും, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പഠിക്കുന്ന സമയത്തോ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് വരുവാണെങ്കിൽ നമ്മൾ എപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലുമൊക്കെ വരുവാണെങ്കിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു, ഇനി ആരും വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് നാളെയല്ല, നമുക്ക് ഇന്ന് മുതലേ പഠിച്ചു തുടങ്ങാം. അപ്പോൾ ഇപ്പൊ നമ്മൾ 4 നോട്ടിഫിക്കേഷന്റെ ആണ് നമ്മളിവിടെ ഡീറ്റെയിൽസ് പറഞ്ഞത്. ആദ്യം ബ്ലഡ് ബാങ്ക് ടെക്നീഷ്യന്റെ ആയിരുന്നു, അത് ജനറൽ കാറ്റഗറിക്ക് 3 വേക്കൻസി ആയിരുന്നു ഉള്ളത്. അപ്പൊ MLTക്കാർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇപ്പൊ നമ്മൾ BBT ബ്ലഡ് ബാങ്ക് ടെക്നീഷ്യന്റെ സിലബസ് പ്രകാരമാണ് നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇനി എന്തെങ്കിലും കൺഫർമേഷൻ സമയത്ത് എന്തെങ്കിലും സിലബസിൽ വ്യത്യാസം വരികയാണെങ്കിൽ നമ്മൾ ആ സമയത്ത് ആ സിലബസ് ആഡ് ചെയ്ത സിലബസിന്റെ ബേസ് ചെയ്തും നമ്മൾ ക്ലാസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ OBC കാറ്റഗറിക്കും ഒരു വേക്കൻസി വിളിച്ചിട്ടുണ്ട് BBTയിലോട്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ലാസ്റ്റ് 2 ഡിസ്കസ് ചെയ്തത് ലാബ് ടെക്നീഷ്യൻ ആണ്. ലാബ് ടെക്നീഷ്യൻ ഒരു കോഴിക്കോട് SSCC കമ്മ്യൂണിറ്റിയാണ്, കോഴിക്കോടാണ് ഒരു വാക്കൻസി ഉള്ളത്. അതോടൊപ്പം തന്നെ നമ്മൾ നെക്സ്റ്റ് പറഞ്ഞത് മുസ്ലിം കാറ്റഗറിക്കായിരുന്നു, മുസ്ലിം കമ്മ്യൂണിറ്റിക്കായിരുന്നു. അത് തൃശ്ശൂരാണ്, ഒരു വാക്കൻസി ആണുള്ളത്. ഇനി അപ്ലൈ ചെയ്യാൻ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ആരും മറന്നു പോരുത്, ഉടനെ തന്നെ അപ്ലൈ ചെയ്യുക. നമ്മൾ ഈ പറഞ്ഞ 4 നോട്ടിഫിക്കേഷനും ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ഒക്ടോബർ 3-ാം തീയതിയാണ്. നമ്മൾ ലാസ്റ്റ് ഡേറ്റിലോട്ട് വേണ്ടി ആരും കാത്തു നിൽക്കേണ്ട, ഇന്ന് തന്നെ അപ്ലൈ ചെയ്യുക, ഇന്ന് തന്നെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക, ഇന്ന് തന്നെ പഠിച്ചു തുടങ്ങാം. അപ്പൊ ഈ ക്ലാസ് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പൊ താങ്ക് യു.